അപ്പോൾ നിങ്ങൾ വിചാരിക്കും തിരക്കിട്ടത് എങ്ങോട്ടാണ് വന്നതെന്ന്. ഞങ്ങൾ MMCയിൽ, അതായത് മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ വന്നത്. അവിടെ കസിനുണ്ടായിരുന്നു, ചെറിയൊരു ഓപ്പറേഷനൊക്കെ ആയിട്ടാണ് അവിടെ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാൻ വരാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ് കേട്ടോ. സച്ചു മോനും ലച്ചുമോളൊക്കെ നല്ല ഉറക്കമാണ് വീട്ടിൽ. ഞങ്ങൾ ഏകദേശം പുലർച്ചയ്ക്ക് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേക്കും എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കുമ്പോൾ നല്ല മഴയാണ് കേട്ടോ. പിന്നെ കുറച്ച് നേരം മഴ തോരുമെന്ന് വിചാരിച്ച് നോക്കി നിന്നു. അങ്ങനെ തോരില്ലാന്ന് കണ്ടപ്പോഴേ പിന്നെ ഏട്ടന് വന്നിട്ട് പോകാനുണ്ടോ, ലേറ്റാകുമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളവിടെ എത്തിയപ്പോൾ കാറൊക്കെ വേഗം പാർക്ക് ചെയ്തു. പിന്നെയെന്ന് പറഞ്ഞാൽ അവർ ചായയൊക്കെ രാവിലെ തന്നെ ആയതുകൊണ്ട് ചായൻ്റെ കടി വാങ്ങിയിട്ട് കയറാൻ വിചാരിച്ചു. ഞങ്ങൾ നൂൽപുട്ടും കടലക്കറി അതുപോലെ കോഫിയൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഇതാ ഇവിടെയാണ് ബില്ലാക്കുന്നത്. ഇവിടുന്ന് ക്യൂ നിന്നിട്ടാണ് ബില്ലാക്കുക. എന്നിട്ട് ഈ സൈഡിൽ കണ്ടില്ലേ, അവിടെ നിന്നാണ് കേട്ടോ നമുക്ക് സാധനം തരുന്നത്. ഇവിടേക്ക് നല്ല ക്ലീനിങ് ആണ്, നല്ല രീതിയിൽ സീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ലേഡീസ് സ്റ്റാഫും ഉണ്ട്. അപ്പോൾ നമ്മളത് അവിടെ നിന്ന് സാധനമൊക്കെ വാങ്ങി റൂമിലേക്ക് പോവുകയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തോന്നുന്നു ഇങ്ങോട്ടേക്ക് അത്ര മഴ പെയ്തിട്ടില്ല. അന്ന് സൈഡിലൊക്കെ ചെറിയ രീതിയിൽ തന്നെ ഉള്ളൂ, വെള്ളം കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷെ നാട്ടിലോട്ടൊക്കെ നല്ലോണം മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഭാഗത്ത് ലബോറട്ടറി, അതേപോലെ തന്നെ ബ്ലഡ് ലാബ്, അതേപോലെ CT സ്കാൻ, MRI സ്കാൻ ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇതാണ് കാഷ്വാലിറ്റി. ഇപ്പോൾ രാവിലെ ആരെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പ്രായമായിട്ടുള്ള സ്ത്രീയാണ്. ഹോസ്പിറ്റലാകുമ്പോൾ പല കേസുകളും ഉണ്ടാകുമല്ലോ. ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴൊരു വ്യൂ ആണ് കേട്ടോ ഇത്. അതിൻ്റെ ബാക്കിൽ കാണാൻ നിങ്ങൾക്ക് വലിയൊരു മലയാണ്, ഞാൻ ലാസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ നമ്മൾ അവിടെ 4th ഫ്ലോറിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതാ ഇവിടെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ ചെറിയ എന്താ പറയുക ടോയ്സും കാര്യങ്ങളും, അങ്ങനെ ബണ്ണ്, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കിട്ടും, 1st ഫ്ലോറിൽ തന്നെ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അവരെ കണ്ടു. ആൾക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ സൈഡിലാണ്, ഇപ്പോൾ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ അവരെ കണ്ട്. പിന്നെ അവിടെ ഞങ്ങൾ ഫോണോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇറങ്ങി വരുമ്പോഴുള്ളൊരു വ്യൂ ആണ് ഇത്. ഇവിടെ നല്ല രീതിയിൽ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. മുകളിൽ ബൈക്കാണ്, ഇന്നിപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ടാണ് അറിയില്ല, 2-3 ചെറിയ കാറ് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. താഴെയാണ് കേട്ടോ കാറിൻ്റെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. ഞങ്ങളെന്തായാലും താഴെയാണ് പാർക്ക് ചെയ്തത്. അതേപോലെ തന്നെ ഈ റോഡിൻ്റെ ചില മുകളിൽ നിന്ന് കയറി ഒരു വണ്ടി കയറി വരുന്നുണ്ടല്ലോ, എവിടേക്കുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഹോസ്പിറ്റലിലോട്ട് ആവശ്യമായിട്ടുള്ള. അതേപോലെ തന്നെ ആ സൈഡുകളിൽ ഒരുപാട് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ക്യാൻറ്റീൻ. പിന്നെ ഈ ഒരു ഭാഗമാണ് ഹോസ്പിറ്റലിൻ്റെ വ്യൂ വരുന്നത്. ബാക്കിൽ കണ്ടോ നല്ല രീതിയിൽ എന്താണ് മലയാണ്, വലിയൊരു മല ഇടിച്ച് നിരത്താതെ അതിൻ്റെ ഘടന അനുസരിച്ചിട്ടാണ് അവർ ഈ ഹോസ്പിറ്റൽ പണിതേക്കുന്നത്. അതിൻ്റെ നമ്മളെ മെയിൻ റോഡിൽ നിന്ന് നല്ല ഹൈറ്റിലാണ് കേട്ടോ ഇതുള്ളത്. കണ്ടോ, ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴൊരു വ്യൂ ആണിത്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് വരുമ്പോൾ സമയത്തുള്ള സണ്ണിനെ കണ്ടപ്പോൾ എടുത്തുന്നുള്ള വീഡിയോ. അങ്ങനെ ഞങ്ങൾ വീട് എത്തുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് നിർത്തി. എനിക്ക് രാവിലെ തന്നെ കാറ് കയറിയപ്പോൾ ഒരു ഛർദ്ദിക്കാനൊക്കെ വന്നപ്പോൾ ഞാൻ എങ്ങനെയോ പിടിച്ച് വെച്ചായിരുന്നു കേട്ടോ. എന്തായാലും ഞങ്ങൾ പൊറോട്ടയും മുട്ട റോസ്റ്റും പിന്നെ ബീഫ് കറി ഉണ്ടായിരുന്നു. അപ്പോൾ ബീഫ് കറിയും വാങ്ങി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ട് ബീഫ് കറി ഒരു പാഴ്സലും വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.